ദേശീയപാത 544-ൽ മണ്ണുത്തി ഇടപ്പള്ളി റീച്ചിൽ നടക്കുന്ന അടിപ്പാതകളുടെയും ഡ്രെയിനേജുകളുടെയും നിർമ്മാണത്തിൽ ക്രമക്കേടെന്ന് പരാതി ഉയർന്നതോടെ കൊരട്ട് ജംഗ്ഷനിലെ അടിപ്പാത നിർമ്മാണം നിർത്തിവയ്ക്കാൻ ദേശീയപാത പ്രോജക്ട് ഡയറക്ടർ നിർദ്ദേശം നൽകി. നിർമ്മാണത്തിന്റെ പേരിൽ നടപ്പാക്കിയ അശാസ്ത്രീയ ക്രമീകരണങ്ങൾ ദേശീയപാതയിലെ വൻ ഗതാഗത കുരുക്കിനും കാരണമാകുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച ടോൾ പിരിവ് ആരംഭിച്ചെങ്കിലും ദേശീയപാതയിൽ വിവിധയിടങ്ങളിൽ വൻ സുരക്ഷാ വീഴ്ചകൾ കണ്ടെത്തി. അപകടങ്ങൾ തുടർക്കഥയായതോടെ ജനകീയ പ്രതിഷേധവും രൂക്ഷമായി. നിരന്തര ആവശ്യങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ മണ്ണൂത്തി ഇടപ്പള്ളി റീച്ചിലെ ചാലക്കുടിയിലും സമീപ പ്രദേശങ്ങളിലുമായി അടിപ്പാത നിർമ്മാണവും ഡ്രെയിനേജ് നിർമ്മാണവും നടക്കുന്നത്. എന്നാൽ ഈ നിർമ്മാണം അശാസ്ത്രീയമാണെന്നും ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്നുമാണ് ആക്ഷേപം. നിർമ്മാണ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്ന കമ്പികളുടെയും മറ്റുള്ള മിക്സുകളുടെയും ഒക്കെ ഞങ്ങൾക്ക് പല അപാകതകളും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നത്. അല്ലെങ്കിൽ ഈ സ്ലാബ് വീഴുമോ? ഇപ്പോൾ പലയിടത്തും പണിതിട്ട് അവർ വീണ്ടും പണിതേക്കണമെന്ന് ഒരു 3, 4, 5 പ്രാവശ്യം പൊളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അലൈൻമെൻറ്റുകൾ ശരിയല്ലാത്തതിൻ്റെ പേരിൽ പണിതേക്കുന്ന കാനകൾ പലയിടത്തും പൊളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കമ്പികളൊക്കെ കെട്ടിയെന്ന് നിങ്ങൾക്ക് കാണാം. ഇന്നലെ എല്ലാം അഴിച്ചു പണിതാണ്. കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സൈറ്റ് എഞ്ചിനീയറോ ഈ റോഡ് പണിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരിജ്ഞാനമുള്ള ഒരു എഞ്ചിനീയറോ ഇല്ല എന്നുള്ളത് അവരുടെ തന്നെ പണിക്കാർ പറയുന്നു. ആമ്പല്ലൂർ, കൊരട്ടി, മുരിങ്ങൂർ, പേരാമ്പ്ര, കറുകക്കുറ്റി എന്നിവിടങ്ങളിലായി 5 അടിപ്പാതകളാണ് നിർമ്മിക്കുന്നത്. എന്നാൽ 4 ദിശയിലേക്കും വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഇവിടെ സർവീസ് റോഡുകളിലൂടെ മാത്രം വാഹനങ്ങൾ കടത്തിവിടുന്നത് വൻ ഗതാഗതക്കുരുക്കിന് ഇടയാക്കുന്നു. ഇതോടെ മണിക്കൂറുകളോളം വാഹനങ്ങളും യാത്രക്കാരും വഴിയിൽ കിടക്കേണ്ടി വരുന്നു. പരാതികൾ രൂക്ഷമായതോടെ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധന നടത്തി. പ്രധാനമായിട്ടും വർക്ക് കഴിഞ്ഞ മാസമാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ വർക്ക് അത്രത്തോളം സ്പീഡായിട്ടില്ല. അത് സ്പീഡാക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കും. കൂടാതെ തന്നെ ഇവിടെ ഒരുപാട് ട്രാഫിക്കാണ്. എയർപോർട്ടിലേക്ക് പോകുന്നവരും മറ്റു ഹോസ്പിറ്റലിലേക്ക് പോകുന്നവരും ഒരുപാട് സമയം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. സൈഡ് റോഡിൽ കൂടെ ഡൈവേഷൻ ഉണ്ടെങ്കിൽ അത് മതിയാവാത്ത അവസ്ഥയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി പോലീസുമായിട്ടൊരു ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. വേറെ ഏതെങ്കിലും അഡീഷണലായിട്ട് ഡൈവേഷൻസ് സംവിധാനം ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കുന്നുണ്ട്. പിന്നെ വർക്കിൻ്റെ ക്വാളിറ്റിയും എൻഷുർ ചെയ്യുക, അത് നമ്മൾ NHO ആയിട്ട് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അടിപ്പാത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കമ്പികൾക്ക് ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കൊരട്ടിയിൽ ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ ഇടപെട്ട നിർമ്മാണം നിർത്തിവെച്ചിരിക്കുകയാണ്. ഡ്രെയിനേജ് സംവിധാനത്തിലും സ്ലാബ് ഇടുന്നതിലും അപാകതകൾ കണ്ടെത്തിയതോടെ പലവട്ടം ഇവ പൊളിച്ചു മാറ്റി പുതുക്കി പണിതു. പരാതികൾ ഉയർന്നതോടെ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരോട് പ്രശ്നം പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയതായി കളക്ടർ പറഞ്ഞു. എന്നാൽ മാസങ്ങളായി തുടരുന്ന പ്രശ്നത്തിൽ കാര്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നും അധികൃതർ അനങ്ങാപ്പാറ നയം തുടരുകയാണെന്നുമാണ് ജനങ്ങളുടെ വിമർശനം. ദേശീയപാത 544-ൽ നിരന്തരം അപകടങ്ങൾ നടക്കുന്ന ചാലക്കുടി മേഖലയിലെ അടിപ്പാത നിർമ്മാണങ്ങൾ അശാസ്ത്രീയമാണെന്നാണ് ജനങ്ങളുടെ പരാതി. എലിവേറ്റഡ് ഹൈവേ വേണമെന്നും ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ബദൽ മാർഗങ്ങൾ ക്രമീകരിക്കണമെന്നുമാണ് പൊതുവായി ഉയരുന്ന ആവശ്യം. ക്യാമറമാൻ സഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, ചാലക്കുടി.